ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഫ്രാൻസിസ് അസീസി സഭയിലെ ഓരോ സഹോദരങ്ങൾക്കും നൽകുന്ന തിരുവസ്ത്രത്തെക്കുറിച്ചാണ്. ഈ തിരുവസ്ത്രത്തിനും ഈ കയറിനും ഒരു പാഠം നമുക്ക് നൽകാനുണ്ട്. ഇത് ഒരു ചാക്കുവസ്ത്രമായിരുന്നു. എല്ലാം ഉപേക്ഷിച്ച ഫ്രാൻസിസ് അസീസി ഒരു കീറിയ ചാക്കുടുത്ത് ഇത് അരയിൽ ചുറ്റി പരിഹാരത്തിൻ്റെ ജീവിതം നയിച്ച വ്യക്തിയാണ്. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ 3 പുണ്യങ്ങളിൽ വളരാൻ നമ്മളെ സഭ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ അരയിൽ കെട്ടുന്നു. ഇത് ക്രിസ്തുവിനെ ചമട്ടിയടിച്ച ആ കയറിൻ്റെ സൂചനയായി ഇത് അരയിൽ ചുറ്റി പരിഹാരത്തിൻ്റെ ജീവിതം നയിക്കാൻ ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി നമ്മൾ പഠിക്കുന്നത് ഈ പുറകിൽ കിടക്കുന്ന ഈ കപ്പൂസ്. ഇത് നമ്മൾ തലയിലൂടെ ഇടുന്നത് മഞ്ഞുകാലത്ത് തലയിൽ മഞ്ഞ് വീഴാതിരിക്കാനും, രണ്ടാമതായി ഭിക്ഷയാചിച്ച് കിട്ടുന്ന ഓറഞ്ചോ ആപ്പിളോ എന്തെങ്കിലുമൊക്കെ അതിലിട്ട് ഭിക്ഷയാചിക്കാനുള്ള 2 ഉപയോഗം കൂടെ ഈ കപ്പൂസിനുണ്ട്. ഇത് കൈവിരിച്ച് പിടിച്ചാൽ ഇതൊരു കുരിശിൻ്റെ ആകൃതിയിലാണ് ഈ വസ്ത്രം ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സന്യാസികളായ എല്ലാ ഫ്രാൻസിസ്കൻ സഹോദരങ്ങളും പരിഹാരത്തിൻ്റെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള സത്യമാണ് ലോകത്തോട് ഞങ്ങൾ വിളിച്ചോതുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഇതിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.